ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് കുറച്ചും കൂടി പ്രേക്ഷക പിന്തുണ കിട്ടി. കാരണം എപ്പോഴും നമ്മൾ കള്ളം പറയുന്ന ആൾക്കാരെ നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. മറ്റു പലർക്കും എതിരഭിപ്രായം ഉണ്ടാകാം, പക്ഷെ കള്ളം പറയുന്നവരെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. പക്ഷെ അനീഷ് പറഞ്ഞതെല്ലാം കറക്റ്റ് സത്യമാണ്. ഞാൻ ഇങ്ങനെ ചെയ്തു ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് ചെയ്തില്ല, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് കറക്റ്റ് നിലപാട്, അതൊരു വ്യക്തമായ നിലപാടുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും ഒരു ബ്രില്യൻ ഗെയിമാണ് അനീഷ് ഇപ്പോൾ കളിക്കുന്നത്. എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇന്നത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് എനിക്ക് തോന്നിയത്, നമുക്ക് ഇതുവരെ ഇഷ്ടമുണ്ടായിരുന്നു അനുമോളെ, പക്ഷേ എവിടെയൊക്കെയോ ഒരു അനുമോൾക്കൊരു നെഗറ്റീവ് ടച്ച് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ചിലപ്പോൾ അത് സത്യമാണെന്നില്ല, എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത്. അനുമോൾക്ക് എന്തോ ഒരു നെഗറ്റീവ്. കാരണം അനുമോള് വെറുതെ ഇപ്പോൾ അനീഷ് പറയുന്ന ആകാശത്ത് നിന്ന് താഴോട്ട് ഇറങ്ങാൻ വന്നു എല്ലാം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുമായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മുടെ മുനിഷി രഞ്ജിത്താണ് പുറത്തേക്ക് പോയത്, എല്ലാവരും എപ്പിസോഡ് കണ്ടവർക്കെല്ലാം അറിയാം. അപ്പോൾ പക്ഷേ അനുമോള് ആകാശത്ത് നിൽക്കുകയാണ്. അപ്പോൾ താഴ്ന്ന് വരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നാണ് നമ്മുടെ ലാലേട്ടൻ ചോദിച്ചത്. എന്താണ് അതിലൊരു തെറ്റ്? അനുമോൾ അതിലൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പല എല്ലാവരുടെയും പരാതികൾ ഇന്ന് വായിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പരാതികൾ എന്ന് പറയുമ്പോൾ ഒരു കഴമ്പുള്ള ഒരു പരാതി എല്ലാവരും കൂടുതൽ ഇപ്പോൾ 2 ബോക്സ് കൊണ്ടുവന്നു. ഒന്ന് അനീഷിന് എഗൻസ്റ്റ് ആയുള്ള കംപ്ലൈൻറ്റ്, മറ്റേത് എല്ലാവരും കോമൺ കംപ്ലൈൻറ്റ്. അപ്പോൾ അനീഷിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ഒരു ബോക്സ് നിറച്ച്, അതിനർത്ഥം ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണ്. ആ വ്യക്തിയുടെ കളി തകർക്കാനായിട്ട് ബാക്കിയുള്ള ഇത്രയും കണ്ടസ്റ്റന്റുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഭയങ്കര പരാതിയല്ലേ. അപ്പോൾ അയാളോട് വിജയിച്ചും എല്ലാ സീസണിലും ഒരു രാജാവിനെ അവർ തന്നെ ഉണ്ടാക്കും, ആ കണ്ടസ്റ്റന്റുകൾ തന്നെ ഉണ്ടാക്കും. ഇപ്പോഴും ഈ ആഴ്ച ഇത് ഫസ്റ്റ് വീക്കൊന്നും ഒരു രാജാവിനെ ആരും ഉണ്ടാക്കില്ല. ഇതും അയാളെ എതിർക്കാൻ പറ്റുന്ന ഒരാള് ആ ഹൗസ് ഇല്ലാത്ത പോലെ അനീഷിനെ അവരൊരു രാജാവാക്കി, ഒരു ചെറിയ രാജാവാക്കി മാറ്റി. സത്യം പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് നന്മയുണ്ട്. കാരണം ആദില നൂറയുടെ പ്രശ്നമാണ് ആദ്യം പൊങ്ങി വന്നത്. ആദില നൂറയെ പേഴ്സണലി കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പം അത് അയാൾക്ക് ചോദിക്കാനുള്ള മനസ്സുകൊണ്ട് അയാൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പക്ഷേ അയാളെ ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഗെയിമാണ് മറ്റേതാണ്, അപ്പോൾ അത് പേഴ്സണൽ എടുക്കുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറയുടെയൊക്കെ നമുക്ക് 3 വർഷം മുമ്പുള്ള ഇന്റർവ്യൂ ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അവർ പാരൻസിനെ വളരെ മോശമായിട്ട്, കാരണം പാരൻസിനെ ഡിഫൈൻ ചെയ്തിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അവരെ സ്വന്തം പാരൻസിന്, ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒരു 10-20 വയസ്സ് വരെങ്കിലും വളർത്തി വലുതാക്കി നമ്മളെ എഡ്യൂക്കേഷൻ തന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വഴി പോകുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ അവരെ അംഗീകരിക്കാൻ പ്രയാസമുള്ള മാതാപിതാക്കളെ അവരെ വഴിക്കൂടാ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പോകണമെങ്കിൽ ഞാൻ ജീവിക്കാം. പക്ഷെ അവരെ കുറ്റപ്പെടുത്താനായിട്ട് നിന്ന് പറയാതിരിക്കുക. കാരണം ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ സോറി, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, എൻ്റെ പാരൻസ് സുഖമായിട്ടിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിയും, സോറി, ഞങ്ങളോട് ദയവ് ചെയ്ത് പാരൻസിൻ്റെ കാര്യം ഇപ്പോൾ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അല്ല, എൻ്റെ ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അവർ ഞങ്ങളെ മാനസികാശുപത്രിയിൽ കൊണ്ടുപോയി. അതുപോലെ തന്നെ എനിക്ക് പുരുഷന്മാരെയോട് അട്രാക്ഷൻ തോന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ചോദിച്ചു എന്നോട്, നീ എന്തിനടി പഠിക്കാൻ പോകല്ലേ, നീ എന്തിനടി പുരുഷന്മാരെ അട്രാക്ട് ചെയ്യാൻ പോകുന്നതെന്ന്, നിനക്ക് അട്രാക്ഷൻ എന്തിനാണെന്ന് എന്ന് ചോദിച്ചു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമ്മമാരും ഇപ്പം നമ്മൾ എൻ്റെ അമ്മയോട് ഞാൻ പറയുകയാണ്, എനിക്ക് പുരുഷന്മാരെയൊക്കെ എനിക്ക് ചില ആളിനോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചില എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നീ പഠിക്കാൻ പോയതല്ലേ എന്ന് സാധാരണ ഒരു നോർമലായിട്ടുള്ള ഏതൊരു അമ്മയും ചോദിക്കുന്ന കാര്യം മാത്രമേ. അത്രയ്ക്ക് എല്ലാവരും ഇപ്പോൾ ഭയങ്കര ബ്രോഡായിട്ട് തിങ്ക് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം നമ്മുടെ പാരൻസിനെ, മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ മുന്നിൽ കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മൾ ഉള്ളിൽ നമ്മളല്ലെങ്കിൽ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ പറയുക, അല്ലെങ്കിൽ നമ്മളുമായിട്ട് പാർട്ണറുമായിട്ട് കുറ്റപ്പെടുത്തുക, അല്ലാതെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് അവരെ കൊടുക്കാതിരിക്കുക. ഈ ഒരു മക്കളും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ, ഈ മാതാപിതാക്കളെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ആദില നൂറ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അവരുടെ ഇന്റർവ്യൂ വീഡിയോ ബിഹൈൻഡ് വുഡ് ഐസിനകത്ത് കിടപ്പുണ്ട്. അവരുടെ ഇന്റർവ്യൂ 3 വർഷം മുമ്പുള്ള അവരുടെ ഇന്റർവ്യൂ. അപ്പോൾ അതിന് പിന്നെ ഇപ്പോൾ വന്നത് ഒരു ഡ്രമാറ്റിക് ആയിട്ട് കരയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അയാൾ ചോദിച്ചോ മാന്യമായിട്ട് പറയണം, പാരൻസുമായിട്ട് ബന്ധമൊന്നുമില്ല, തീർന്നു, അവിടെ കഴിഞ്ഞു, സോറി ചേട്ടാ, പാരൻസിൻ്റെ കാര്യം ചോദിക്കരുതേ, ഞങ്ങൾക്കത് അത് ഇഷ്ടമില്ല ഇപ്പോൾ ചോദിക്കാം എന്ന് പറയാം. പിന്നെ ഒരു ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ റിയാലിറ്റി ഷോയാണ്. അപ്പോൾ ചിലപ്പോൾ പാരൻസുമായിട്ട് അവർ റിലേറ്റഡ് ആവാനുള്ളൊരു ആഗ്രഹം തോന്നുന്നു. അങ്ങനെ വെച്ചിട്ട് അയാൾ സംസാരിച്ചു. എന്നിട്ട് അയാൾ വന്നിട്ട് അത് അവരറിയുന്നില്ല, ക്യാമറയിൽ വന്ന് പറഞ്ഞു പാരൻസായിട്ട് കുറേ
കുറേ ആൾക്കാർ ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ മാതാപിതാക്കളുമായിട്ട് ഒന്നിക്കാതിരുന്ന, അച്ഛനുമായിട്ട് മിണ്ടാതിരുന്ന നമ്മുടെ പിന്നെ സീക്രട്ട് ഏജന്റ്, അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ എല്ലാവരുമായിട്ട് കൂട്ടാവുമ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ആണ്. പിന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അല്ല, അഭിഷേക് മറ്റൊരു അഭിഷേക് ഉണ്ടല്ലോ, ആ അഭിഷേകിന്റെ കാര്യങ്ങൾ പാരന്റ്സിന് അറിഞ്ഞിട്ടില്ലായിരുന്നു അമ്മയൊക്കെ. അപ്പൊ എന്ത് ചെയ്യണം? പക്ഷെ അവരെല്ലാം അംഗീകരിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സ്നേഹവും ഒരുമിച്ച് ചേരലും ഒക്കെ ഈ ഷോ കൊണ്ടുണ്ടാവും. അതേ ഉള്ളു അയാൾ ഉദ്ദേശിച്ചത് അനീഷ്. അത് ഇവർക്ക് മനസ്സിലായില്ല. ഇവരതെല്ലാം ഡ്രമാറ്റിക് ആയിട്ട് ഇയാളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇയാൾ ഏതോ ഒരു നികൃഷ്ട ജീവിയാണ് എന്നുള്ള രീതിയിലാണ് അവർ തെറ്റിദ്ധരിച്ചത്. അപ്പൊ അത് ലാലേട്ടൻ പക്ഷേ അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും അവർക്കത് മനസ്സിലാവുന്നില്ല. അതിനിടയ്ക്ക് എപ്പിസോഡിന്റെ ഇടയ്ക്ക് തന്നെ അഭിലാഷ് വന്ന് വഴക്കിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാളിനെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലുമ്പോഴല്ലേ പ്രേക്ഷകർക്ക് അയാളെ വലിയ ആളായിട്ടല്ലേ അയാളെ പൊക്കിയെടുക്കാൻ തോന്നുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഏകദേശം എല്ലാവരുടെയും മനസ്സിൽ അനീഷ് എന്ന് പറയുന്ന കോമണറാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കാരണം അയാൾ ഒരിക്കലും ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ അയാൾ പറയുന്നത് ആരും അംഗീകരിച്ചില്ല. അയാളുടെ ഒരു ക്യാരക്ടറാണ്. ലാലേട്ടൻ പറഞ്ഞില്ല അയാളെ കഴിച്ചുവിടുക, നിങ്ങൾ അയാളുടെ കളിയായി തകർക്കാൻ പറ്റാത്ത നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ അയാൾക്കെതിരെ കളിച്ച് നിങ്ങൾ വിജയിക്കാൻ നോക്കുക. അല്ലാണ്ട് അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പിന്നെ ഇവരെല്ലാം ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് അല്ലേ. അപ്പൊ ഇതാണ് ഇന്നത്തെ എപ്പിസോഡുകളിൽ കൂടുതൽ നടന്നത്. പിന്നെ ഡോക്ടർമാരെ കുറ്റം പറയുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയത് അനുമോൾക്ക് തന്നെയാണ്. അനിമോളുടെ ഒരുപാട് നെഗറ്റീവ് അനിമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടുന്നു. കാരണം ജയിലിൽ കിടന്ന അനിമോൾ ഫുള്ള് റൂൾ ബ്രേക്ക് ചെയ്യുമായിരുന്നു. ഇത് പറയുന്നുള്ള ഉറപ്പായിരുന്നു. കാരണം ഇതുവരെ ഉള്ളൊരു ബിഗ് ബോസ് ഷോയിൽ ഇതുവരെ ഇങ്ങനെ ജയിൽ പുള്ളികൾ ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. കറങ്ങി നടക്കുക, ക്യാപ്റ്റൻ പറയുമ്പോൾ ക്യാപ്റ്റന് ഭയങ്കരമായിട്ട് വഴക്ക് പറയുക, ചീത്ത പറയുക, അതുപോലെ തന്നെ ക്യാപ്റ്റനെ ജയിലിലിട്ട് പൂട്ടുക, അങ്ങനെ ഭയങ്കര മോശമായിട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ജയിൽ പുള്ളികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ലാലേട്ടൻ അത് പറയുമെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു പിന്നെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഈ അനിമോളുടെ കുറേ കാര്യങ്ങൾ, പിന്നെ അത് കണക്ക് അനിമോൾ ഡോക്ടേഴ്സിനെ പിന്നെ ഒരുപാട് മരുന്ന് എന്തിനാണ് കഴിക്കുന്നത്, ഡോക്ടർമാർ അങ്ങനെ പലതും എഴുതും, നമ്മളത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ചൂട് പിടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് നാട്ടുപ്രദേശത്തെ സംസാരമാണ്. അതൊക്കെ ഒരു ഷോയിൽ വന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷനെ മുഴുവനായിട്ട് നമുക്ക് അവരെ മോശക്കാരാക്കുന്ന രീതിയാണ്. പിന്നെ ചൈനയിൽ നിന്ന് MBBS പഠിച്ചിട്ട് വന്ന ഒരു MBBS കഴിഞ്ഞ ഒരാളാണ്. ഇവിടെ വന്ന് എക്സാം എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എക്സാം എഴുതിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഡോക്ടറായിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ പിന്നെ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എഴുതിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞ അറിവ്. അത് കറക്റ്റ് ആണെന്നും അറിയില്ല. ചൈനയിൽ നിന്ന് MBBS കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു എക്സാം ഉണ്ട്. അത് പാസ്സായെങ്കിൽ മാത്രമേ ഇവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. ഇപ്പം പുള്ളിക്കാരി ബിന്നി കറക്റ്റായിട്ട് സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ ചൈനയിലെ MBBS കഴിഞ്ഞതാണ്. അപ്പം ഡോക്ടർമാരെ മുഴുവൻ ഒരു അവഹേളിക്കുന്ന തരത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ള ആൾക്കാരും കാണുന്നുണ്ടാവുമല്ലോ. ഡോക്ടേഴ്സ് കാണുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇവിടെ തന്നെ എൻ്റെ മോൻ തന്നെ മെഡിസിൻ പഠിക്കുകയാണ്, ഫൈനൽ ഇയർ 3rd year ആണ് അവൻ. അപ്പോൾ ഈ മെഡിസിൻ പഠിക്കുമ്പോൾ അവനും ഇടയ്ക്കില്ലെങ്കിൽ എനിക്ക് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്തു തരുന്നതൊക്കെ അവനാണ്. അപ്പോൾ അവനും കാണുമ്പോൾ അവനും പറയും, അവനും വിഷമാവൂലേ, ഡോക്ടേഴ്സിനെ മുഴുവൻ അങ്ങനെ മോശമായിട്ട് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് അനിമോളുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയിന്റ് ആയിട്ടുണ്ട്. പിന്നെ അനിമോൾ പലതും മറന്നുപോയ രീതിയിൽ കാണിച്ചു. അനിമോൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ അനിമോൾ ഒരുമാതിരി തപ്പിത്തടഞ്ഞു. പിന്നെ ഷാനവാസും അവരൊക്കെ അനിമോളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. പിന്നെ ശരത്തിനെ കൂടുതലും അനിമോളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആകപ്പാടെ ശരത്ത് പിന്നെ അനിമോൾ വിചാരിക്കുന്ന ശരത്ത് നമ്മുടെ വലിയ ഫിലിം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ശരത്തിനെ എല്ലാവരും ഭയങ്കരമായിട്ട് ആക്ടർ ആയതുകൊണ്ട് എല്ലാവരും പൊക്കി പിടിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗെയിം നോക്കിയിട്ടാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. അപ്പോൾ അവിടെ ഗെയിം കളിക്കാത്തവർ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു പോകും. ഇപ്പോൾ അവിടെ ഗെയിം കളിക്കാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്ക് തോന്നിയത് ശൈത്യ അവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ല. പിന്നെ അതുപോലെ നമ്മുടെ രേണു സുധി ഒരു ഗെയിമും കളിക്കുന്നില്ല. പിന്നെ നമുക്ക് അവിടെ ഗെയിമായിട്ട് അവർ കളിക്കാത്തെന്ന് തോന്നുന്നത് എനിക്കൊന്ന് സരികയാണ്. പിന്നെ ശാരിക കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ഈ ഇൻഫ്ലുവൻസർ ശാരിക, ഇന്റർവ്യൂവർ. പിന്നെ കലാഭവൻ സരികയുടെ ഒരു അധികം ഒന്നും പുറത്തേക്ക് വരുന്നില്ല. പിന്നെ അവിടെ കളിക്കാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നാത്തത് ഒനിയൽ കുറച്ച് കുറവാണ്. അങ്ങനെ വളരെ തീർത്തും കളിക്കാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് ശൈത്യയും ഒന്ന് നമ്മുടെ രേണു സുധിയുമാണ്. കളിയിലേക്കേ വരുന്നില്ല. അവര് എന്താണ് കളി നമുക്ക് മനസ്സിലായി വരുന്നേ ഉള്ളതെന്ന് എനിക്ക്